സൗദി അറേബ്യയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. 52 വയസ്സുള്ള നടുവട്ടത്ത് കളത്തിൽ ജലീൽ, മാതാവ് മൈമൂനത്ത്, ജലീലിൻ്റെ ഭാര്യ തസ്നി, ഇവരുടെ മകൻ 13 വയസ്സുള്ള ആദിൽ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റ് 3 മക്കൾ മദീനയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജലീലിൻ്റെ കുടുംബം സഞ്ചരിച്ച വാഹനം തീറ്റപ്പുല്ല് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മദീനയിൽ ഖബറടക്കും. അബ്ദുൽ ജലീലും കുടുംബവും മദീന സന്ദർശിക്കാൻ പുറപ്പെട്ടതായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തീറ്റപ്പുല്ലു കയറ്റി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ജിദ്ദ മദീന റോഡിൽ വാദി ഷാഫ എന്ന സ്ഥലത്ത് വച്ചാണ് അപകടം ഉണ്ടായത്. പതിറ്റാണ്ടുകളായി സൗദിയിൽ ജോലി ചെയ്യുന്ന ജലീലിന്റെ കുടുംബം സന്ദർശന വിസയിൽ ജിദ്ദയിൽ എത്തിയതായിരുന്നു. മക്കയിൽ ഉംറ നിർവഹിച്ച ശേഷം മദീനയിലേക്ക് പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. ജലീലിന്റെ 7 മക്കളിൽ 4 പേർ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിൽ അബ്ദുൽ ജലീൽ, മാതാവ് മൈമൂനത്ത്, ജലീലിന്റെ ഭാര്യ തസ്നി, ഇവരുടെ മകൻ ആദിൽ എന്നിവർ മരണപ്പെട്ടു. പരിക്കേറ്റ ഇവരുടെ മക്കളായ നൂറ, ആയിഷ, ഫാത്തിമ എന്നിവർ മദീനയിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മഞ്ചേരി വെള്ളില UK പടി സ്വദേശിയായ ജലീലും കുടുംബവും 6 വർഷം മുമ്പ് അങ്ങാടിപ്പുറം തിരൂർക്കാട് പാറക്കാട് വീട് വെച്ച് താമസമാക്കിയതാണ്. ശനിയാഴ്ച വൈകിട്ടാണ് അപകടം സംഭവിച്ചത്. നാട്ടിലുള്ള ഇവരുടെ 3 മക്കൾ മദീനയിലേക്ക് തിരിച്ചു. മൃതദേഹം മദീനയിൽ ഖബറടക്കാനാണ് തീരുമാനം. മദീന KMCCയുടെ നേതൃത്വത്തിൽ ഇതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.